സോ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ രണ്ട് പ്രോബ്ലംസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഒന്ന് സിമിലർ ആയിട്ടുള്ള ബേസിക് ഫിഗറിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അടുത്ത കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള എന്നാൽ അതിനകത്തൊരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പോയിന്റ് മാത്രം ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ കണ്ടു. സോ ഇന്ന് നമ്മൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാണ്, പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ തേർഡ് പ്രോബ്ലം. സോ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ തേർഡ് പ്രോബ്ലം നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ 15ാമത്തെ പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The end projectors of line AB is 60 mm apart. The point A is 15 mm behind VP and 60 mm below HP. Behind VP and below HP. End B is 70 mm above HP and 30 mm in front of VP. Find its true length of the line, mark its traces and also find the inclinations. അപ്പോൾ ക്വസ്റ്റ്യൻ സിമിലർ ആണ് എങ്കിലും കുറച്ച് ഡേറ്റാസ് വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലമായിട്ട് കുറച്ച് ഡേറ്റാസ് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. സോ ഞാൻ ഗിവൺ ഡേറ്റാസ് ആദ്യം എടുത്ത് എഴുതുകയാണ്. സോ ഫസ്റ്റ് ഗിവൺ ഡേറ്റ നമ്മുടെ ലൈനിൻ്റെ പേരെന്ന് പറയുന്നത് എ ബി എന്നാണ്. സോ എ ബി, ലൈൻ എ ബി എന്നാണ്. ദെൻ അടുത്ത ഡേറ്റ എന്താണ്? ദി എൻഡ് പ്രൊജക്റ്റേഴ്സ് ഓഫ് ലൈൻ എ ബി 60 mm അപ്പാർട്ട്. സോ എക്സ് തന്നിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു 60 mm. നമ്മുടെ പ്രീവിയസ് കേസിലെല്ലാം 60 ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. ദെൻ പോയിന്റ് എയുടെ പൊസിഷൻ തന്നിട്ടുണ്ട്. പോയിന്റ് എ ഈസ് 15 mm behind VP and 60 mm below HP. So point A യുടെ പൊസിഷൻ ഉണ്ട്. പോയിന്റ് A is 15 mm behind VP ആണ്. So behind VP and 60 mm below HP. 60 mm below HP എന്നാണ് പോയിന്റ് A തന്നിരിക്കുന്നത്. Then പോയിന്റ് B തന്നിട്ടുണ്ട്. പോയിന്റ് B is below point B എന്ന് പറഞ്ഞത് 70 mm above HP and 30 mm in front of VP. So 70 mm above HP and 30 mm in front of VP. So ഇതാണ് നമ്മുടെ ഗിവൺ ഡേറ്റ എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ട് ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോ ആസ് യൂഷ്വൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് XY ലൈനാണ്. സോ ഞാൻ XY ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ XY ലൈനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ എക്സ് ലൈൻ വരച്ചു. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യണം? പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ പോയിന്റ്സ് കറക്റ്റായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് പോയിന്റ് എ, പോയിന്റ് എയുടെ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു. സോ ഫസ്റ്റ് പോയിന്റ് എ ആണ്. 15 mm ബിഹൈൻഡ് വി പി. സോ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് എബോ എക്സ് വൈ ലൈൻ വരും. 60 mm ബിലോ എച്ച് പി. സോ എ ഡാഷ് എന്ന് പറയുന്നത് 60 mm താഴെ. സോ 15 അല്ലേ, 15 mm മുകളിലും 60 mm താഴെയായിട്ട്. സോ ഞാൻ പോയിൻറ്റ്സുകൾ പ്രൊജക്ട് ലൈനിൻ്റെ കൂടെ തന്നെ മാർക്ക് ചെയ്യുന്നു. സോ ദിസ് പോയിന്റ് ഈസ് 15 mm ബിഹൈൻഡ് വി പി എബോ എക്സ് ലൈൻ ആണ്. സോ ദിസ് പോയിന്റ് ഈസ് എ ആണ് ആൻഡ് ദിസ് പോയിന്റ് ഈസ് എ ഡാഷ്. ക്ലിയർ ആണോ? പോയിന്റ് എ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? പോയിന്റ് ബി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? എക്സ് ഗിവൺ ആണ്. സോ ഞാൻ എക്സ് മാർക്ക് ചെയ്യുന്നു. 60 mm എക്സ് വൈ ലൈനിൽ മാർക്ക് ചെയ്യുന്നു. സോ 60 മാർക്ക് ചെയ്തു. ദെൻ അവിടെ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, 70 mm എബോവ് എച്ച് പി. സോ ബി ഡാഷ് 70 mm എബോവ്, 30 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. ബി എന്ന് പറയുന്നത് 30 mm ബിലോ എക്സ് വൈ ലൈൻ. സോ 70 and 30. സോ 70 and 30. സോ പോയിൻറ്റ്സുകൾ മാർക്ക് ചെയ്തു. 70 mm എബോവ് ബി ഡാഷ് കിട്ടും. സോ ഇവിടെ എ ആണ്, ഇവിടെ ബി ഡാഷ് ആണ്, ഇവിടെയാണ് ബി വരുന്നത്. ദിസ് ഈസ് പോയിന്റ് ബി. സോ പ്രൊജക്ഷൻ ഞാൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കണം. ഇത് പോയിന്റ് എ, പോയിന്റ് ബി. സോ എ ബി നമ്മുടെ ടോപ്പ് വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. എഗെയിൻ എക്സ് വൈ ലൈനെ ടോപ്പ് വ്യൂ കട്ട് ചെയ്യുന്നുണ്ട്. സോ എക്സ് വൈ ലൈനെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടും. ദെൻ എ ഡാഷ് ബി ഡാഷ്, ഇതാണ് എ ഡാഷ് ബി ഡാഷ്. സോ അതും എക്സ് വൈ ലൈനെ കട്ട് ചെയ്തുകൊണ്ടാണ് എ ഡാഷ് ബി ഡാഷ് ലൈനും. അപ്പം ഇവിടെ ഈ രണ്ടും എക്സ് വൈ ലൈനെ കട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നോക്കി, എക്സ് വൈ ലൈനിൽ നിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസ് മേളിലോട്ടാണെങ്കിൽ എക്സ് വൈ ലൈനിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് താഴോട്ട്. സോ ഓപ്പോസിറ്റ്. അപ്പോൾ അത് രണ്ടും പോയി പ്ലോട്ട് ചെയ്യേണ്ട നമ്മുടെ ദിസ് പോയിന്റ് ഈസ് എ ഡാഷ്. സോ അത് കൊണ്ടുപോയി പ്ലോട്ട് ചെയ്യേണ്ട എ ഡാഷ് ബി ഡാഷിൽ ഓപ്പോസിറ്റ് പ്ലോട്ട് ചെയ്യാം. ഇനി തിരിച്ചു നോക്കിയേ, എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലുള്ള ഡിസ്റ്റൻസ് താഴോട്ടാണ്, എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷിലുള്ള ഡിസ്റ്റൻസ് മേളിലോട്ടാണ്. സോ ഈ രണ്ട് ഡിസ്റ്റൻസും പ്ലോട്ട് ചെയ്യേണ്ട എയിലും ബിയിലും നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് പ്ലോട്ട് ചെയ്യാം.
ഇവിടെ എല്ലാം ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എവിടെ പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചാലും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അതുകൊണ്ട് ഇതിനകത്തിൽ കുറച്ച് കൺഫ്യൂഷൻ കുറവാണ്. കാരണം എന്താ, രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എക്സ് വൈ ലൈനെ കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് നിങ്ങൾ എവിടെ പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചാലും ഓപ്പോസിറ്റ് വരയ്ക്കും. ഇപ്പോൾ എയിൽ പെർപെൻഡിക്കുലർ ഒരെണ്ണം ഇങ്ങോട്ട് വരച്ചാൽ ബിയിൽ ഓപ്പോസിറ്റ് വരയ്ക്കേണ്ടി വരും. കാരണം എന്താ, എയിലും ബിയിലും എടുക്കുന്ന ഡിസ്റ്റൻസ് എ ഡാഷിലോട്ടുള്ളതും ബി ഡാഷിലോട്ടുള്ളതും അത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. കൊണ്ടുപോയി പ്ലോട്ട് ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് പ്ലോട്ട് ചെയ്യണം. ക്ലിയർ ആണോ? അപ്പം ഞാൻ ആദ്യം ആ പെർപെൻഡിക്കുലർ ലൈൻസ് എല്ലാത്തിലും ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ച് കാണിക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഏത് ഡയറക്ഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എയിൽ നിന്ന് താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ ബിയിൽ നിന്ന് നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് മേളോട്ട് വേണം വരയ്ക്കാനായിട്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഏത് ഡയറക്ഷൻ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഞാൻ ആദ്യം ബിയിൽ വരയ്ക്കുന്നു. ഫസ്റ്റ് എ ഡാഷിൽ വരയ്ക്കും. സോ എ ഡാഷിൽ ഞാൻ എടുക്കുന്നത് ഈ ഡയറക്ഷനിലാണ് എ ഡാഷിൽ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലോട്ട് വരയ്ക്കുന്നു. എ ഡാഷിൽ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, എ ഡാഷിൽ വരച്ചു. അപ്പോൾ എ ഡാഷിൽ എടുക്കുന്ന ഡിസ്റ്റൻസ് ഏതാ? എക്സ് വൈ ലൈനിൽ എയിലോട്ടുള്ള ഈ ചെറിയ ഡിസ്റ്റൻസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. സോ അത് മേളിലോട്ടാണ്. ബി ഡാഷിൽ എടുക്കുന്ന ഡിസ്റ്റൻസോ ഇത് മേലോട്ടാണ്. എക്സ് വൈ ലൈനിൽ ബിയിലോട്ടുള്ള ഈ ഡിസ്റ്റൻസാണ്. അപ്പോൾ ഇത് മേലോട്ടും ഇത് താഴോട്ടും ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഡയറക്ഷനിൽ വരച്ചാൽ ഈ ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് പ്ലോട്ട് ചെയ്യേണ്ട ഇവിടെ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കണം. സോ ഇവിടെ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ക്ലിയർ ആണോ? അപ്പം ഞാനിവിടെ രണ്ടിടത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ചത് എന്തുകൊണ്ടാണ്? എ ഡാഷിൽ എടുക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കിംഗ് കൂടെ ചെയ്തേക്കാം. സോ ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. അത് മേളോട്ടാണ്. എക്സ് വൈ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആണ് ബിയിൽ എടുക്കേണ്ടത്. സോ അത് ഞാൻ ഓപ്പോസിറ്റ് എടുത്തു. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിസ്റ്റൻസ് കടന്നുകൊണ്ട് കൊണ്ടുപോയി പ്ലോട്ട് ചെയ്യാൻ പോകുമ്പോഴും ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? സിമിലർലി ഇതേപോലെ തന്നെ എയിലും ബിയിലും നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് വരയ്ക്കേണ്ടി വരും. കാരണം എയിലും ബിയിലും എടുക്കുന്ന ഡിസ്റ്റൻസ് നോക്കി എക്സ് വൈയിൽ നിന്ന് എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് ഇതും എക്സ് വൈയിൽ നിന്ന് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസാണ്. ഈ രണ്ട് ഡിസ്റ്റൻസാണ്. സോ രണ്ട് ഓപ്പോസിറ്റ് ആണ്. എക്സ് വൈലിൻ്റെ മുകളിലും താഴെയാണ്. സോ കൊണ്ടുപോയി പ്ലോട്ട് ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യണം. സോ ഞാൻ എയിലും ബിയിലും കൂടെ പെർപെൻഡിക്കുലേഴ്സിൻ്റെ കൂടെ തന്നെ വരയ്ക്കുകയാണ്. ഞാൻ എയിൽ വരയ്ക്കുന്നത് നേരെ താഴോട്ട് ഇങ്ങോട്ടാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, താഴോട്ട് വേണമെന്നില്ല. ഒരാൾക്ക് അങ്ങോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ബിയിൽ വരയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് ആവണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എയിൽ താഴോട്ട് വരച്ചു. സോ ബിയിൽ ഓപ്പോസിറ്റ് വരയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഡയറക്ഷൻ വേണമെന്നുള്ള നമ്മുടെ സ്പേസ്, നമ്മുടെ ബുക്കിൻ്റെ സ്പേസ് അല്ലെങ്കിൽ പേപ്പറിൻ്റെ സ്പേസ് കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. സോ ഞാൻ എയിൽ വരയ്ക്കുന്നു. സോ എയിൽ പെർപെൻഡിക്കുലർ ലൈൻ ഈ ഡയറക്ഷനിൽ വരച്ചു. ദെൻ ബിയിൽ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ബിയിൽ വരയ്ക്കുകയാണ്. ബിയിൽ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. ഓക്കെ, സോ രണ്ടിടത്ത് ഞാൻ പെർപെൻഡിക്കുലർ വരച്ചു. ഏത് ഡിസ്റ്റൻസാണ് എടുക്കേണ്ടത്? എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എയിൽ പ്ലോട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്. എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എയിലും ബിയിലും ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കാൻ പോകും. സോ ഞാനൊന്ന് വരച്ചതേ ഉള്ളൂ. നമുക്ക് ഡയറക്ഷൻസ് എടുത്ത് പ്ലോട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഡിസ്റ്റൻസ് എക്സ് വൈ ലൈനിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം 15 mm ആണ്. സോ 15 mm കോമ്പസിൽ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. ദെൻ എയിൽ പ്ലോട്ട് ചെയ്യുന്നു, വരയ്ക്കുന്നു. ദെൻ എക്സ് വൈ ലൈനിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസ് എടുക്കുന്നു. ബി ഡാഷിൽ പ്ലോട്ട് ചെയ്യുന്നു. സോ നമുക്ക് രണ്ട് പോയിൻറ്റ്സുകൾ കിട്ടി. ദിസ് പോയിൻ്റ് ഈസ് എ ഡാഷിൽ നിന്നുള്ളതാണ്. സോ ക്യാപിറ്റൽ എ ഡാഷ്, ഇത് നമ്മുടെ ക്യാപിറ്റൽ ബി ഡാഷ്. സോ ഈ രണ്ട് പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രൂ ലെങ്ത് ലൈനും ട്രേസും കൂടെ അതിൻ്റെ കൂടെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇത് വരയ്ക്കാൻ എളുപ്പമാണെങ്കിലും ട്രേസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ലാസ്റ്റിൽ കൺഫ്യൂഷനാകും.
സോ ഞാൻ നോക്കി എ ബി, സോ എ ബി ലൈൻ വരച്ചു. ദെൻ ട്രേസും കൂടെ അതിൻ്റെ കൂടെ കണ്ടുപിടിക്കുക. നോക്കിയേ ട്രേസ് വരയ്ക്കാൻ പോകും. നോക്കിയേ എ ഡാഷ് ബി ഡാഷും അതിൽ നിന്നുള്ള ക്യാപിറ്റൽ എ ഡാഷ് ബി ഡാഷും മീറ്റ് ചെയ്യിപ്പിച്ചാൽ വി ടി, അതിനകത്തുള്ള ആംഗിൾ 5. സോ ഇതാണ് നമ്മുടെ എ ഡാഷ് ബി ഡാഷ് ലൈൻ, ഈ ലൈൻ. അതിൽ നിന്നുള്ള ക്യാപിറ്റൽ എ ബി ലൈൻ ഇത്. സോ ആ രണ്ട് ലൈൻസുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ നമുക്ക് കിട്ടിയത് ഇതാണ് എ ഡാഷ് ബി ഡാഷും അതിൽ നിന്നുള്ള ക്യാപിറ്റൽ എ ഡാഷ് ബി ഡാഷും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ദിസ് പോയിന്റ്. സോ ആ പോയിന്റിലാണ് നമുക്ക് വി ടി. സോ ആ പോയിന്റാണ് നമ്മുടെ വി ടി. അതിനകത്തുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണ് നമ്മുടെ 5. അത് തന്നെയാണ് ഈ ആംഗിളും വരുന്നത്. ഞാനൊരു സൈഡിൽ മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ട്രേസ് മാർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്തതുകൂടെ വരയ്ക്കുമ്പോൾ എവിടെയായിരുന്നു ട്രേസ് എന്നുള്ള കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ്. അപ്പോൾ ഒരെണ്ണം വരച്ച് കഴിഞ്ഞാൽ ആ ട്രേസ് അങ്ങ് വരയ്ക്കുക. ഞാൻ അടുത്തത് എയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ ഏത് ഡിസ്റ്റൻസ് എടുക്കണം? എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷ് വരെയുള്ളത്. സോ എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് കോമ്പസ് എടുത്തു, എയിൽ പ്ലേസ് ചെയ്തു, മാർക്ക് ചെയ്യുന്നു. സോ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. അതേപോലെ തന്നെ എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഈ ഡിസ്റ്റൻസ് കോമ്പസ് എടുക്കുന്നു, പിയിൽ നിന്ന് പ്ലോട്ട് ചെയ്യുന്നു. സോ ബിയിൽ നിന്ന് പ്ലോട്ട് ചെയ്യും. സോ നമുക്ക് രണ്ട് പോയിന്റുകൾ കിട്ടി. ദിസ് പോയിന്റ് ഈസ് ക്യാപിറ്റൽ എയിൽ നിന്നുള്ളത്, ബിയിൽ നിന്നുള്ളത് നമ്മുടെ ക്യാപിറ്റൽ ബി. സോ അത് രണ്ടും കണക്ട് ചെയ്യാൻ പോവാണ്. സോ അത് രണ്ടും കണക്ട് ചെയ്താൽ നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ കിട്ടും. സോ ദിസ് ഈസ് ട്രൂ ലെങ്ത് ലൈൻ. ക്ലിയർ ആണോ? ട്രൂ ലെങ്ത് ലൈൻ കിട്ടിയത് ഇവിടെ ഒരു ട്രൂ ലെങ്ത് ലൈൻ കിട്ടി. ഇനി നമ്മൾ അടുത്ത ട്രേസ് വരയ്ക്കാൻ പോവാണ്. സോ അടുത്ത ട്രേസ് വരയ്ക്കാൻ പോകുന്നു. സോ അടുത്ത ട്രേസ് എന്ന് പറയുന്നത് എ ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ. എ ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി. സോ അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്, സോ ഇത് നമ്മുടെ എ ബി ലൈൻ, അതിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ എ ബി ലൈൻ. സോ അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഹൊറിസോണ്ടൽ ട്രേസ്. ക്ലിയർ ആണ്? ഹൊറിസോണ്ടൽ ട്രേസ് എ ബി, ഈ ക്യാപിറ്റൽ എ ബി. കൺഫ്യൂഷൻ ആയിപ്പോരുത്. സോ അതിനകത്തുള്ള ആംഗിളാണ്, ദിസ് ആംഗിൾ ഈസ് നോൺ ആസ്, ഏത് ആംഗിളാണ്? നമ്മുടെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്, ആംഗിൾ തീറ്റ. ദിസ് ആംഗിൾ ഈസ് നോൺ ആസ് തീറ്റ. സോ തീറ്റ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് തീറ്റ കിട്ടി, 5 കിട്ടി, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. സോ ഇതിനകത്തിൽ നമുക്ക് ആൽഫ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? സോ നമുക്ക് ട്രേസ് കിട്ടി, ആംഗിൾസുകൾ കിട്ടി. ആൽഫ എന്ന് പറയുന്നത് എ ബി മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ദിസ് എ ബി മേക്സ് ആംഗിൾ. ഇതാണ് നമ്മുടെ എ ബി മേക്ക് ചെയ്യുന്ന ആംഗിൾ, ബീറ്റ ആണ്. എ ഡാഷ് ബി ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഇവിടെ ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ദിസ് ആംഗിൾ ഈസ് ആൽഫ. സോ ആൽഫയും ബീറ്റയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ വാല്യൂസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ട്രൂ ലെങ്ത് ഉണ്ട്, ഈ എ ബി ലൈൻ ട്രൂ ലെങ്ത് ലൈനാണ്. ദെൻ ഈ എ ഡാഷ് ക്യാപിറ്റൽ എ ഡാഷ് ബി ഡാഷ് ലൈൻ, ഈ ലൈനും നമ്മുടെ ട്രൂ ലെങ്ത് ലൈനാണ്. സോ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് 150 കിട്ടി, ഫ്രണ്ട് വ്യൂ 143, ടോപ്പ് വ്യൂ 76, ആൽഫ 66 ഡിഗ്രി, ബീറ്റ 38, തീറ്റ 60 ഡിഗ്രി ആൻഡ് 5 = 18 ഡിഗ്രി. ഇതാണ് കിട്ടിയേക്കുന്നത്. സോ ഇതിൻ്റെ കൂടെ എന്തുകൂടെ ചെയ്യുക? ഡയമെൻഷനും കൂടെ ചെയ്യുക. സോ ഇത് ബോക്സിൽ വരയ്ക്കുന്നു. ദെൻ ഇതിനകത്തിൽ ഡയമെൻഷൻസ് കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡയമെൻഷൻസുകൾ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ലെങ്ത് ഉണ്ട്, ഇത് നമ്മുടെ 70 mm ആണ്. സോ 70 mm ഡയമെൻഷൻ കാണിക്കുന്നു. ദെൻ ഇവിടുത്തെ ഡിസ്റ്റൻസ്, ബിയിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ്. സോ ഫിഗർ എല്ലാം വരച്ച് കഴിഞ്ഞ് നിങ്ങൾ ഡയമെൻഷൻ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഡയമെൻഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാ വാല്യൂസും നമുക്ക് കാണിക്കണമെന്നില്ല. സോ ബിയുടെ ഡിസ്റ്റൻസ് ദിസ് ഈസ് 30. ദെൻ ഇവിടുത്തെ ഡിസ്റ്റൻസുകൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കാണിക്കാം. നെക്സ്റ്റ് സൈഡിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തു.
this value is 1515, this is 60. Okay, നമ്മുടെ എക്സ് വൈ ലൈൻ, എക്സ് വൈ ഞാൻ ആദ്യം പേര് ചെയ്തില്ല, നമ്മുടെ എക്സ് വൈ ലൈൻ എല്ലാ ഡയമെൻഷൻസും ഒന്ന് ഗിവൺ ഡയമെൻഷൻസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് വേണമെങ്കിൽ എക്സ് കാണിക്കാം. ഇത് എക്സിൻ്റെ പ്രൊജക്റ്റ് ലൈൻ, ദിസ് ഈസ് എക്സ് വാല്യൂ, ദിസ് എക്സ് 60. സോ ആണ് ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു. എളുപ്പമെന്ന് പറഞ്ഞാൽ എന്താ, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എക്സ് വൈനെ കട്ട് ചെയ്യുന്നുണ്ട്, രണ്ടിടത്തും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുത്താൽ മതി. പക്ഷേ ഒരെണ്ണം വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ട്രേസ് ഐഡൻറ്റിഫൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കൺഫ്യൂഷനായി, എവിടെയാണ് ഈ പോയിൻ്റാണോ ഈ പോയിൻ്റാണോ ഈ പോയിൻ്റാണ് ഈ പോയിൻ്റ് എവിടെയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് ട്രേസ് കറക്റ്റായിട്ട് ഒരെണ്ണം വരയ്ക്കുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേസ് ആണെന്നും ആംഗിളും നമ്മൾ മെഷർ ചെയ്ത് എടുത്ത് എഴുതി കഴിഞ്ഞാൽ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. ഓക്കെ.